എന്താ രജു അവിടെ ഒരു ക്ലാസ് കട്ട് ചെയ്ത് ഇവിടെ ആർക്കോ ക്ലാസ് കൊടുത്തു തോന്നുന്നു. എന്തോ ഡൗട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രാക്ടിക്കലി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോ ആരെന്ത് ചോദിച്ചാലും പ്രാക്ടിക്കലായി ചെയ്തു കൊടുക്കോ? ചുമ്മാ പറഞ്ഞതാ, സോറി. അതൊക്കെ എനിക്കറിയാം. പോയെ. ഹായ് സുഷ്മ. ഹായ്. നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഫീസും ബുക്സും ഒന്നും പ്രശ്നമല്ല. ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാം. പ്രിൻസിപ്പലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ക്ലാസ് ഒക്കെ നന്നായി അറ്റൻഡ് ചെയ്ത് നല്ലതുപോലെ പഠിച്ച് അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. ഓക്കെ? നിന്നെ വിളിക്കുന്നുണ്ടേ. ശരി, നമുക്ക് പോവാം. മേ കം ഇൻ സർ? പ്ലീസ് ഡു. രജിത, കം ഇൻ. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. പ്ലീസ് ബി സീറ്റഡ്. ഇപ്പോ അല്ല സർ, എന്താ എന്നോട് വരാൻ പറഞ്ഞത്? അത് ലാസ്റ്റ് ടൈം നിങ്ങൾക്ക് തന്ന അസൈൻമെന്റ് നന്നായിട്ട് ചെയ്തു. പീപ്പിൾ വെയർ സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. സോ വാട്ട് വി ഡിസൈഡഡ് ദിസ് ടൈം ഈസ് ദാറ്റ് വി ഗീവ് യു another assignment. താങ്ക് യു സർ. ഇപ്രാവശ്യം അസൈൻമെന്റ് ഏത് വിഷയത്തിലാണ്? ബ്ലാക്ക് മാജിക്, ദുർമന്ത്രവാദം. അതായത് പഴമക്കാരിൽ ഒരു വിഭാഗം ജനതയുടെ അന്ധവിശ്വാസമാണത് ഈ ബ്ലാക്ക് മാജിക്. rather than unbelievable. മന്ത്രവാദങ്ങളും പൂജകളുമൊക്കെയായി ഈ 4G യുഗത്തിലും ബ്ലാക്ക് മാജിക് നമ്മുടെ ഇടയിൽ സജീവമാണ്. സോ വാട്ട് യു ഗൈസ് ആർ ലുക്കിംഗ് ടു ദിസ് പ്രോജക്റ്റ് ഈസ് വീക്ക് മൈൻഡഡ് ആയ ആളുകളുടെ ഭയത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇതൊരു ബിസിനസ്സായി മാറുന്നത് എങ്ങനെ? ഒരു വ്യക്തി തൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മന്ത്രവാദിയുടെ അടുത്ത് ചെന്നാൽ അമാവാസി ദിവസം 3 വഴികൾ ചേരുന്നിടത്ത് ഒരു മുട്ട വയ്ക്കൂ, ദാറ്റ് സോൾവ്സ് യുവർ പ്രോബ്ലം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നു. മറ്റൊരാൾ ഇതുപോലെ ചെല്ലുമ്പോൾ നീ അറിയാതെ ഒരു മുട്ട ചാടി കടന്നുപോയി, ദാറ്റ്സ് യുവർ പ്രോബ്ലം കനോട്ട് ബി സോൾവ്ഡ് ആൻഡ് ഇറ്റ് സെൻസ് ആസ് ബിയോണ്ട്. മക്കളില്ലേ, എന്നാൽ ഒരു കുട്ടിയെ ബലി കൊടുക്കുക. അവിടെ ഒരു നിധിയുണ്ട്, അത് നിങ്ങൾ കുഴിച്ചെടുക്ക്. പിന്നെ കന്യകയായ ഒരു പെൺകുട്ടിയെ ബലി കൊടുക്ക്. യു നോ സച്ച് കേസസ് റിപ്പോർട്ടഡ് കോൺസ്റ്റന്റ്ലി. മനുഷ്യർ ഇത് വിശ്വസിച്ച് ചെയ്താൽ അവർക്ക് പ്രയോജനം കിട്ടുന്നുണ്ടോ? ഇറ്റ്സ് ഫോർ യു ടു അസസ്, ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് എ തിൻ ലൈൻ ബിറ്റ്വീൻ ബിലീവ് ആൻഡ് ട്രസ്റ്റ്. സോ ദി സെയിം ക്യാൻ ബി യൂസ്ഡ്. എന്താണെന്ന് വെച്ചാൽ വരാൻ പോണ തലമുറയ്ക്ക് ഒരു സ്റ്റഡി മെറ്റീരിയൽ. ഹോപ്പ് യു ഗൈസ് വിൽ ഡു വെൽ. രജിത, ഐ എം ഷുവർ യു വിൽ എക്സൽ ഇൻ ദിസ്. എനിക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സർ. യാ, ബെസ്റ്റ്. ബ്ലാക്ക് മാജിക് നമ്മുടെ ഇടയിൽ സജീവമാണ്. സോ ദി സെയിം ക്യാൻ ബി യൂസ്ഡ്. വരാൻ പോണ തലമുറയ്ക്ക് ഒരു സ്റ്റഡി മെറ്റീരിയൽ. സർ ചായ. സാർ പിന്നെ സാർ ആ സ്ഥലത്തിന്റെ സർവേ ഫയലിൽ ലക്ഷ്മണ സാർ നോക്കാന്ന് പറഞ്ഞു. സാർ ഹാൻഡ് ഓവർ ചെയ്യുകയാണെങ്കിൽ. എനിക്ക് ശമ്പളം തരുന്നത് നിന്റെ ലക്ഷ്മണ സാറോ സർക്കാരോ? സർക്കാരാണ് സർ. ഏത് ഫയൽ നോക്കണം ഏത് ഫയൽ നോക്കണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ സ്ഥലത്തിന്റെ ഫയൽ ഞാൻ തന്നെ നോക്കും, ഞാൻ തന്നെ സബ്മിറ്റും ചെയ്യും. നിന്റെ സാറിനോട് പറയ്, ഈ ഫയൽ സബ്മിറ്റ് ചെയ്താൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരുമെന്ന്. പോടാ. ശരി സർ. റാസ്കൽ, ഇങ്ങനെ കുറേ ഇറങ്ങിയിട്ടുണ്ട്. എത്ര നേരം നമ്മൾ ഷോപ്പ് ചെയ്തത്, എന്നിട്ട് കളക്ഷൻസ് ഒരു സുഖമില്ലായിരുന്നല്ലേ? ഇവനാരാ? എങ്ങോട്ട് പോണത്? എങ്ങോട്ടാണെങ്കിലും നിനക്കെന്താ? ഓ, 3 പേർ കൂടെ ചാടിക്കളിക്കാൻ. എന്താ വരുന്നുണ്ടാ? ആദ്യം തീപ്പെട്ടി ഇട്. എന്തിനാണാവോ? ചുമ്മാ കുളിരൊന്ന് കളയാൻ. ഓഹോ, തലയിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു വിടാം. ഓ, വലിയ പുലിക്കുട്ടിയായിരുന്നല്ലേ, അതാ ഇത്ര ധൈര്യം കാണിക്കുന്നേ. രണ്ടും കാണാൻ വലിയ തിരക്കേടില്ല. ഓക്കെ, നിന്റെ നമ്പർ ഇട്. വെറുതെ ഇരിക്കുമ്പോ ചുമ്മാ വിളിക്കാമല്ലോ, ഓരോന്ന് പറഞ്ഞ് രസിക്കാമല്ലോ. നമ്പർ വേണോ അല്ലേ? നിനക്ക് നമ്പർ വേണോ അല്ലേ? എവിടുന്ന് വരുന്നു ഇങ്ങനത്തെ വട്ട് കേസുകൾ?
അമ്പലത്തിൽ വെച്ച് കെട്ടെന്ന് പറഞ്ഞത് ഇതിനെയാണോ? ഇവന്മാരും തന്നെ കൊല്ലും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ബാലുവേ, അയ്യോ, എങ്ങനെ രക്ഷപ്പെടും? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്ത് പറ്റി മോനെ മണികണ്ഠ? എന്താണെന്ന് അറിയില്ല. നല്ല നെഞ്ചുവേദന. അതെയോ? ആണോടാ മണികണ്ട? ബാലു, ഇവനെ എടുത്ത് നമുക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാം. എന്തേ? ശരി, കൊണ്ടുപോവാ. മോനെ, മോളെ, ഇതതിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. കളയരുത്. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടച്ചാ. ഇത് നല്ല രസമുണ്ട്. താങ്ക് യു അച്ഛാ. എന്റെ പൊന്നല്ലേ, സന്തോഷായില്ലേ? സന്തോഷായില്ലേ നമുക്ക്? അച്ഛാ. എത്ര തിരഞ്ഞിട്ട് അവളെ കിട്ടിയില്ലണ്ണ. പിന്നെ നീയൊക്കെ എന്തിനാടാ ഇവിടെ? എവിടെയാണ് അവള്? പോയി നോക്കിനടാ. ഹലോ ആന്റി. ഹലോ രജിത, ആ, ജയ നിന്റെ അടുത്ത് വന്നായിരുന്നോ മോളെ? ഇല്ലല്ലോ ആന്റി. 2 ദിവസമായിട്ട് ഞാനും കോളേജിൽ പോയില്ല, അതുകൊണ്ട് അവളെ കണ്ടില്ല. എന്തു പറ്റി ആന്റി? ഇന്നലെ അവള് വീട്ടിൽ നിന്ന് കോളേജിൽ പോയതാ. ഈ സമയമായിട്ട് അവള് വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. അവക്ക് എന്ത് പറ്റിയെന്നോ എവിടെയാണെന്നോ അറിയില്ല. എനിക്കാകെ പേടിയായിട്ട് വയ്യ. പേടിക്കണ്ട ആന്റി. നിങ്ങള് എല്ലാരോടും അന്വേഷിച്ചോ? ചിലപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ മറ്റോ ട്രിപ്പ് പോയതാവും. വന്നോളൂ ആന്റി, ഞാനും അന്വേഷിക്കാം. നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കണ്ട. ശരി മോളെ. ആരോടും പറയാതെ ഇവളിത് എവിടെയാ പോയത്? ഏ പല്ലവി, ജയ കണ്ടിരുന്നോ? ഇല്ലടി, ഇന്നലെ മുതൽ അവള് ക്ലാസ്സിൽ വന്നിട്ടില്ല. ആണോ? നമ്മുടെ സെക്ഷനിൽ നിന്ന് ആരെങ്കിലും ട്രിപ്പ് എന്തെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്താ? ഒന്നുമില്ല. ഓക്കെ. സ്വാതി, ജയ നിന്നെ വിളിച്ചിരുന്നോ? ഇല്ലല്ലോ. എന്താ? ഇന്നലെ മുതൽ ജയ കാണുന്നില്ലെന്ന് അവളുടെ അമ്മ വിളിച്ചിരുന്നു. അതെയോ? ഞാനും അവളെ കോൾ ചെയ്തിരുന്നു. സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. അവളിനി ആരോടെങ്കിലും പ്രേമത്തിലോ മറ്റോ ആണോ എന്തോ. ചിലപ്പോ ഇനി അവളെങ്ങാനും. ചേച്ചേ, ജയ അങ്ങനെയൊന്നും ചെയ്യില്ലടി. ശരിയടി, ബൈ. പക്ഷേ അവൾ എന്നോട് പറയാതെ എവിടെയും പോവില്ലല്ലോ. എന്തായാലും ഇന്നും കൂടെ വെയിറ്റ് ചെയ്യാം. അവൾ വന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പം നോക്കാം. ചേച്ചി. ഹായ്. ഹായ്. ചേച്ചിയെ കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഓ, താങ്ക് യു. എന്താ മോളുടെ പേര്? സോണി. നൈസ് നെയിം. പറയൂ സോണി. അല്ല, ചേച്ചിക്കൊരു പയ്യനെ ഇഷ്ടമാണെന്ന് കേട്ടല്ലോ. അയ്യോ,
എല്ലാ പയ്യന്മാരും ഒരേപോലെയാണെന്ന് കരുതിയിട്ടല്ലേ ചേച്ചി സമ്മതിക്കാത്തത്? ഓ ഗോഡ്. കയ്യിലുള്ളതിനെ വിട്ടിട്ട് പറക്കുന്നതിനെ പിടിക്കാൻ നോക്കുന്നു. ഈ ചേച്ചിയുടെ ഒരു കാര്യം, മര്യാദക്ക് റോസാപ്പൂ പിടിച്ചുകൊണ്ട് ഒരു നല്ല ഫോട്ടോ എടുക്ക്. ഓൾ ദി ബെസ്റ്റ്. ബൈ. യെസ്. ഏതാടാ ഈ വട്ട് കേസ്? അയ്യോ അച്ഛൻ, അയ്യോ 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 അയ്യോ, എന്നെ എന്തിനാ എപ്പോഴും ഇങ്ങനെ തല്ലുന്നത്? അച്ഛാ, എന്താ അച്ഛാ? കമലേ, നമ്മുടെ മകൻ ബാംഗ്ലൂർ പോയി പഠിച്ച് വലിയ ഡോക്ടറാവാൻ പോവാ. എന്താ നാണക്കേടായത് നമ്മുടെ കുടുംബത്തിന്. ഒന്ന് നോക്കടാ നിന്റെ അച്ഛനെ, എന്ത് വിഷമത്തില അച്ഛൻ. അച്ഛന് ഞാൻ ഇവിടെ കഷ്ടപ്പെടുമ്പോ നീ അവിടെ ബാംഗ്ലൂരിൽ പോയി തോന്നിയതുപോലെ ജീവിക്ക്, ഞങ്ങളെ നോക്കണ്ട. അത് ഇവനൊക്കെ മകനാണെന്ന് പറയാൻ തന്നെ നാണക്കേടാ. നിനക്കറിയാം എന്താ ഇതൊക്കെ? ഞാൻ ഇതൊക്കെ ചുമ്മാ പറഞ്ഞതല്ലേ മോനെ, നിനക്ക് എന്നെ അറിയാലോ. നീ വിഷമിക്കാതിരിക്കെ. അച്ഛൻ എന്തെങ്കിലും തോന്നിയതുപോലെയൊക്കെ വിളിച്ചു പറയും. എന്റെ മോൻ വിഷമിക്കണ്ട കേട്ടോ. വന്ന് ഊണ് കഴിക്കും. നീ എന്താ സാധനമെന്ന് എനിക്ക് നല്ലവണ്ണം അറിയില്ലേ. നീ ഒരു സാധാരണ ആളല്ല. എന്നെ വിറ്റ കാശുണ്ട് നിന്റെ കയ്യില്. ഒന്ന് പോ മനുഷ്യ അങ്ങോട്ട്. എടി താടകേ, എന്റെ സ്വഭാവം മാറ്റിയിട്ടുണ്ടല്ലോ. ഞാൻ രണ്ടിനെ ശരിയാക്കി കളയും. മതി മതി, നിങ്ങളൊന്ന് പോയേ. ഞാൻ കൊറേ കണ്ടതാ. എന്താ ചെയ്ത്? അയ്യോ അയ്യോ അയ്യോ, ഇങ്ങർക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ. നിന്റെ അത്രയും വരില്ല. പൊന്നു മോനെ, നിന്റെ അച്ഛന്റെ കാര്യം അറിയാവുന്നതല്ലേ. നീ കൈ കഴുകുക, ഊണ് കഴിക്കാൻ. വാടാ എന്റെ മനുഷ്യ, ഒന്ന് ചെന്ന് ഊണ് കഴിക്കാൻ നോക്ക്. ഇവർക്ക് എന്താ പറ്റിയത്? എടാ, നീ എന്തൊക്കെ തന്നെ പറഞ്ഞാലും കാണാൻ സൂപ്പർ തന്നെയാ. എന്താണ് നിങ്ങളൊക്കെ ഈ പറയുന്നേ? ദാ വരുന്നു എന്റെ അമ്മോ. മോനെ, ഇന്ന് നിന്നെ അന്വേഷിച്ചു വന്നില്ലേ? ആരാ അവള്? നീ എന്താടാ ചോദിച്ചിട്ടൊന്നും പറയാത്തത്? എല്ലാറ്റിനും ഒറ്റ വാക്കിലെ മറുപടി ഉള്ളൂ. അവൾ ഇവിടെ വന്നപ്പോ മുതലേ നിന്റെ അച്ഛൻ ഹനുമാനെ പോലെ മുഖവും വീർപ്പിച്ച് എല്ലാരോടും ഭയങ്കര ദേഷ്യത്തില. എന്തിനാണ് അവള് വന്നത്? എനിക്ക് ജസ്റ്റ് പരിചയമുണ്ട്, അത്രേ ഉള്ളൂ. അതെയോ? പക്ഷേ വീട്ടിൽ വന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചോറ് താമ. അവൾക്ക് എന്താ വേണ്ടേന്ന് ചോദിച്ച് അവളെ അങ്ങ് പറഞ്ഞു വിട്ടേക്കണം. നാട്ടുകാര് ചോദിച്ചപ്പോ അകന്ന ബന്ധത്തിലെ കുട്ടിയാണെന്ന് പറഞ്ഞ് പറ്റിച്ചിരിക്കുക. നിനക്കറിയില്ലേ, നിന്റെ അച്ഛന്റെ കുടുംബം രാജവംശമാണെന്നാ ഇവിടെ എല്ലാവരും പറയുന്നത്. അപ്പൊ നിനക്കും വിശ്വാസമില്ല അല്ലേ? ഇവിടെ എന്താ വന്ന് തെരഞ്ഞോണ്ടിരിക്കുന്നേ? എൻ്റെ വീട്ടിൽ വന്ന് എന്താ തെരഞ്ഞോണ്ടിരിക്കുന്നതെന്ന്? ഞങ്ങളുടേത് മര്യാദയുള്ള കുടുംബം. പുതിയതായ ഒരു പെൺകുട്ടി ഈ വീട്ടിൽ വന്ന് താമസിച്ചാൽ നാട്ടുകാർ എന്ത് പറയുമെന്ന് അറിയാമോ നിനക്ക്? ആദ്യം നിന്റെ വീട്ടിൽ പോകാൻ നോക്ക്. ജീവന് പോലും വില കൊടുക്കാത്ത നീയാണോ മര്യാദയെ പറ്റി പറയുന്നത്? എന്റെ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് വരെ ഇവിടെ നിന്ന് ഞാൻ പോകില്ല. ഇതൊന്നും വിശ്വസിക്കരുത്. അതൊന്നും ശരിയാവില്ല. ഇവന് എന്നെ പോലെ അവരുടെ മകനല്ലേ, ഇവനും നോക്കണം. ഇത്രയും കാലം നോക്കി, ഇപ്പൊ അസുഖം വന്നപ്പോ എന്റെ തലയിൽ വെക്കാൻ നോക്കുന്നതാ. അത് കയ്യിലിരിക്കട്ടെ, ഞാൻ സമ്മതിക്കൂല. മതി, നിർത്തണ. എല്ലാ മക്കളും ഇങ്ങനെ പറയാൻ തുടങ്ങിയ വയസ്സായവരുവിനെ എങ്ങോട്ട് പോകും? ശങ്കരേട്ടാ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. ഈ തള്ളയ്ക്ക് പക്ഷഭേദമുണ്ട്. ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന പെൻഷൻ പണം ഇവര് മാത്രം കൊടുക്കുന്നത് പക്ഷഭേദം അല്ലേ? എടാ നിർത്തടാ. നീ എന്തായി പറയുന്നത്? മകനല്ലേ ഇളയതല്ലേ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പറ. ഞാനെന്താ മകനല്ലേ?
എന്റെ മക്കള് പേരക്കുട്ടികളല്ലേ? എന്റെ വീട്ടിൽ വന്ന് ഉണ്ടിട്ട് അവന്റെ വീട്ടിൽ പണം കൊടുക്കുന്ന ഈ തള്ളയെ അവന്റെ കൂടെ തന്നെ വിട്ടേക്കണം. അങ്ങനെയല്ലടാ, ആ കാണുന്ന 2 ഏക്കർ വയലേ അത് നിന്റെ പേരിലല്ലേ? അപ്പൊ നിനക്ക് സുഖമായിരിക്കും. ഇത് അവന്റെ കഷ്ടപ്പാട് കണ്ട് കൊടുക്കുന്നതാ. നോക്ക് നാരായണ, എനിക്ക് ആ പണവും വേണ്ട, ആ തള്ളയും വേണ്ട. ഇങ്ങനെ തന്നെ എടുത്തോട്ടല്ല. അതൊന്നും എനിക്ക് പറ്റില്ല. ഇവരിങ്ങനെ തർക്കിച്ചു നിന്നാലേ ഇവരുടെ പ്രശ്നം തീരാൻ പോണില്ല. ഒരു നല്ല തീരുമാനം നീ തന്നെ പറയടോ. എടാ, ഇത്രയും വർഷം നിന്റെ അമ്മയെ നീ തന്നെ നോക്കി. ഇനി അങ്ങോട്ടും കിട്ടുന്ന പെൻഷൻ പണം കൊണ്ട് നിന്റെ അമ്മയെ നീ തന്നെ നോക്ക്. എന്താടാ ഇത്? വീട്ടിലെ തലമൂത്ത മകനല്ലേ നീ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. മുതലാളി, അതൊന്നും ശരിയാവില്ല. ആ 2 ഏക്കറും വേണ്ട, ആ പണവും വേണ്ട. അത് രണ്ടും അവ എടുത്തിട്ട് ആ തള്ളയെ അവൻ തന്നെ കൊണ്ടുപോട്ടെ. ഓ, നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും കാലം തള്ളയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പം വയസ്സായി, അതുവരെ കാര്യങ്ങൾ നോക്കണമല്ലോ. നിങ്ങൾക്ക് നോക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആ തള്ള എന്റെ തലയിൽ വെക്കാൻ നോക്കണ്. അതൊന്നും നടക്കില്ല. എന്താ നടക്കാത്ത? നീ തന്നെ നിർത്തണം വിവരം കിട്ടോമാരെ. ബുദ്ധിയില്ലടാ നിനക്കൊക്കെ. നീയൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയ ഈ പാവപ്പെട്ട അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരെങ്ങോട്ട് പോകും? അതൊന്നും എനിക്കറിയില്ല. ഇവനെയൊക്കെ ഓ, ഇവനോടൊക്കെ പറയുന്നത് പോത്തിനോട് വേദം അല്ലേട്ടാ. നീ ഒന്നും മിണ്ടാതിരി. ഇതാ പിടിക്ക്. ഇത് കൊടുത്ത് നിങ്ങളുടെ അമ്മ അങ്ങ് കൊന്നേക്ക്. അയ്യോ, വിഷം കൊടുത്ത് കൊല്ലുന്നത് പാവമല്ലേ മുതലാളി? തെരുവിൽ വിടുന്ന എന്താ പുണ്യപ്രവൃത്തിയാ? ആ അമ്മയുടെ മുഖത്തൊന്ന് നോക്കടാ. ഒന്നും തോന്നുന്നില്ല നിങ്ങക്ക്? ഒരേ വയറ്റിൽ നിങ്ങൾ 2 പേരെയും ചുമന്ന് തനിക്കൊന്നും കഴിക്കാനില്ലെങ്കിലും ഈ അമ്മ നിങ്ങൾ 2 പേരും പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി ഈ 2 കൈകൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇന്ന് നിങ്ങൾക്ക് 4 കൈകളുണ്ട്. അതിൽ ഒരു പിടി ചോറ് കൊടുക്കാനായി ഒരു കൈയും ഈ അമ്മയ്ക്ക് നേരെ നീട്ടുന്നില്ലല്ലേ? നിങ്ങൾ ചെറുപ്പത്തിലെ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും കണ്ട് നിങ്ങളെ അന്ന് ഈ അമ്മ തെരുവിൽ വിട്ടിരുന്നുവെങ്കിൽ നിങ്ങളിന്ന് ഭിക്ഷ യാചിച്ച് നടക്കേണ്ടി വന്നാനെ. അമ്മ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യണം. നിങ്ങൾക്ക് അമ്മയുടെ കാര്യങ്ങൾ ചെയ്യാൻ വയ്യല്ലേ? അമ്മ എന്ന് പറഞ്ഞാൽ ഭാരമൊന്നല്ല, അതൊരു വരമാണ്. ജീവൻ നൊന്താലും ദേഹം വെന്താലും സ്നേഹത്തിൻ്റെ സന്ദേശം കരുണാമയം. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഇവിടെ വിട്ടിട്ട് പോടാ. ഞാൻ നോക്കിക്കോളാം. വേണ്ട, വിട്ടേക്ക് മോനെ. ഞാൻ എൻ്റെ മക്കൾക്കൊരു ഭാരമായി തോന്നുവാണെങ്കിൽ ഞാൻ വല്ല കിണറ്റിലോ കുളത്തിലോ ചാടി ചത്തോളാം. അമ്മേ, എനിക്ക് തെറ്റുപറ്റി അമ്മേ. നമുക്ക് വീട്ടിലേക്ക് പോകാം. ചേട്ടാ, അമ്മ ഇത്ര കാലം ചേട്ടനല്ലേ നോക്കിയത്? ഇനി ഞാൻ നോക്കിയോളാം. ശരിടാ. ഇനിയെങ്കിലും അമ്മ നന്നായി നോക്കാൻ ശ്രമിക്കേ. ആർക്കും അമ്മയോട് ദേഷ്യം കാണില്ല, സ്നേഹമാണ് ഉണ്ടാവുക. അത് ശരിയായി മനസ്സിലാക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. നീ എത്ര നല്ല കാര്യങ്ങളാ പറഞ്ഞേ. നോക്കിയോ, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കണ്ണത്ര ശരിയല്ല. എടീ, നിന്റെ മകൻ പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞ് ഒരുപാട് അങ്ങ് അഹങ്കരിക്കണ്ട. അവൻ എന്റെ കൂടെ മകനാ. ആ, ഇപ്പൊ നിങ്ങളുടെ മകനാണല്ലേ? കാലി ബോട്ടിൽ പോലെയാണ് ലൈഫ്, വീണ്ടും കാലി ബോട്ടിൽ പോലെയാണ് ലൈഫ്. ചേട്ടാ, ആരായത്? നിങ്ങൾക്കിത് ഒത്തിരി ഇഷ്ടാണെന്നറിയാം. അതാ വാങ്ങി. അതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഒന്ന് പിടിക്ക് ചേട്ടാ. നിങ്ങൾ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് മാഡം. അപ്പോഴേ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ശരിയായ ഉത്തരം പറയണം. എന്താണെന്ന് ചോദിക്കും മാഡം, പറയാലോ. നിങ്ങളുടെ അഭിപ്രായത്തിൽ നന്ദൻ എങ്ങനെയാ? നന്ദനെ പറ്റിയാണോ? അത് വലിയൊരു കഥ തന്നെയാ. ഞാൻ ചോദിച്ചത് അവൻ നല്ലവനാണോ മോശക്കാരനാണോ എന്നാ. ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ഞങ്ങളുടെ നാട്ടില് അവനെ പോലെ വേറൊരാളില്ലെന്നേ. ശ്ശോ.